വയനാട് തലപ്പുഴ പെയിൽ വനമേഖലയിൽ മാവോയിസ്റ്റുകൾ തമ്പടിച്ചിരുന്നതായി സൂചന. ടെന്റ് കെട്ടാൻ ഉപയോഗിച്ച ടാർപോളിൻ ഷീറ്റുകൾ കണ്ടെത്തി. കൊട്ടിയൂർ വനമേഖലയിൽ തെരച്ചിൽ നടത്തിയ സംഘമാണ് ഇത് കണ്ടെത്തിയത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട് നിന്ന്. സുർജിത്ത്, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. എന്തൊക്കെയാണ് ഈ സാഹചര്യത്തിൽ അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്? കീർത്തന, കൊട്ടിയൂരിൽ നിന്നുള്ള തണ്ടർബോൾട്ട് സംഘം കൊട്ടിയൂർ വനമേഖലയിൽ തെരച്ചിൽ തുടങ്ങിയതാണ്. അവർ എന്നിട്ട് ഒടുവിൽ ഈ തലപ്പുഴയുടെ മുകൾ ഭാഗത്തായി ആ പ്രദേശത്ത് വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ തെരച്ചിൽ തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് ചില അസ്വാഭാവിക വസ്തുക്കൾ കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഒരു ബാഗിൽ കുഴിച്ചിട്ട നിലയിൽ ഈ ടാർപോളിൻ ഷീറ്റുകൾ കണ്ടെത്തിയത്. അതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഭക്ഷ്യ വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടോർച്ച് കണ്ടെത്തിയിട്ടുണ്ട്, ഒരു യൂണിഫോമും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മാവോയിസ്റ്റുകളുടെ യൂണിഫോം എന്നാണ് കരുതുന്നത്. എന്തായാലും ഇത് മാവോയിസ്റ്റുകൾ ഉപേക്ഷിച്ച് പോയ സംഗതിയാണ്, വസ്തുക്കളാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. മാത്രമല്ല, നേരത്തെ ഇവിടെ മാവോയിസ്റ്റുകൾ ക്യാമ്പ് ചെയ്തിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരം ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും തണ്ടർബോൾട്ടും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ATS ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വനമേഖലയിൽ തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. മാവോയിസ്റ്റ് സാന്നിധ്യം ഈ മേഖലയിലുള്ള പ്രദേശമാണ്. അതായത് മക്കിമലയിൽ നേരത്തെ മാവോയിസ്റ്റുകൾ വന്നുപോയി ഇരുന്ന പ്രദേശമാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റുകൾക്കെതിരെ വ്യാപകമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി അന്വേഷണം ആ മേഖലയിലെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. നേരത്തെ IED ബോംബിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു, അത് പോലീസ് നിർവീര്യമാക്കിയിരുന്നു. അതിൻ്റെ തുടർച്ചയായി എല്ലാം തന്നെ ശക്തമായിട്ടുള്ള പോലീസ് സാന്നിധ്യം മേഖലയിലുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു കോമ്പിങ്ങിനിടയിലാണ് ഇങ്ങനെ ചില വസ്തുക്കൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. മാവോയിസ്റ്റുകളുടെ സജീവ സാന്നിധ്യമുള്ള പ്രദേശമാണ് ഈ തലപ്പുഴ, മക്കിമല, കമ്പമല ഉൾപ്പെടെയുള്ള പ്രദേശം. പലപ്പോഴും അവർ ഈ തോട്ടം മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വന്നു പോകാറുള്ള പതിവുണ്ട്. ഈ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ തലേദിവസം പോലും അവർ മാവോയിസ്റ്റ് സംഘം എത്തിയിരുന്നു. 4 പേരാണ് ഈ സംഘത്തിലുള്ളതെന്നാണ് പറയുന്നത്. CP മൊയ്തീൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കീർത്തന. സുർജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ സ്ഥലത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിരുന്നല്ലോ. ഈ പ്രദേശവാസികൾ പറയുന്നത് എന്താണ്? ഒപ്പം പരിശോധന തുടരാൻ തന്നെ ആയിരിക്കില്ലേ പോലീസിന്റെയും തുടർന്നുള്ള നടപടികൾ? ഒരു വർഷത്തിനിടെ 4 തവണ പോലീസ് നേർക്കുനേർ ഏറ്റുമുട്ടലുണ്ടായ പ്രദേശമാണിത്. 2 മാവോയിസ്റ്റുകളെ പിടികൂടാൻ കഴിഞ്ഞ ഒരു പ്രദേശമാണിത്. അതായത് എല്ലാം തന്നെ ഇതിനടുത്താണ്. തലപ്പുഴ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന അതിൻ്റെ ഭാഗമായുള്ള പ്രദേശമാണ്. ആ പ്രദേശം വനമേഖലയാണ് ഒരു ഭാഗം, ചില ഭാഗം തോട്ടമാണ്. താരതമ്യേന ആളുകൾ കുറഞ്ഞ, ജനസാന്ദ്രത കുറഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടെയാണ് മാവോയിസ്റ്റുകൾ തമ്പടിക്കുന്നത്, മാവോയിസ്റ്റുകൾ ക്യാമ്പ് ചെയ്യുന്നത്. അതായത് ഇതിനോട് ചേർന്നുള്ള വനമേഖലയിലാണ്. പലപ്പോഴും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകൾ, ഈ മാവോയിസ്റ്റുകൾ ഇറങ്ങി വരാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പോലീസ്, മറുഭാഗത്ത് മാവോയിസ്റ്റുകൾ. ഇത് നിരന്തരം ഒരു അത്തരത്തിൽ എപ്പോഴും ഒരു നിരീക്ഷണ വലയത്തിൽ നിൽക്കുന്ന ഒരു മേഖലയായി മക്കിമലയും കമ്പമലയും മാറിയിട്ട് നാളുകളേറെയായി. ഇത് ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മാവോയിസ്റ്റുകൾക്കെതിരായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിനു മുമ്പ് IED ബോംബ് കണ്ടെത്തുകയും അത് നിർവീര്യമാക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതിൻ്റെ തുടർച്ചയായാണ് ഇങ്ങനെ ഈ വസ്തുക്കൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മക്കിമലയിൽ നിന്ന് അല്പദൂരം ഉള്ള പ്രദേശം മാത്രമാണിത്. വനമേഖലയിൽ ഏതാണ്ട് ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് കോമ്പിങ്ങിനിടെ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. മാനന്തവാടി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ മേഖലയിൽ അരിച്ചുപെറുക്കി പരിശോധന നടത്തി. എല്ലാം തന്നെ പിടിച്ചെടുത്ത വസ്തുക്കളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് മറ്റ് പരിശോധനകൾക്കെല്ലാം തന്നെ വിധേയമാക്കുന്നുണ്ട്. എന്തായാലും മാവോയിസ്റ്റ് സാന്നിധ്യം ഈ പ്രദേശത്ത് തുടർച്ചയായി ഉണ്ടാകുന്നു. കബനി ദളത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനമാണ് ഈ മേഖലയിലുള്ളത്. ഈ സംഘം നേരത്തെ വിപുലമായ സംഘമായിരുന്നു. ചിലർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ചിലരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പോലീസും തണ്ടർബോൾട്ടും എല്ലാം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു കോമ്പിംഗ് അടക്കം നടക്കുന്ന നടപടിയിലേക്കാണ് പോലീസ് സംഘം കടന്നിട്ടുള്ളത്. കീർത്തന. ശരി, വയനാട് തലപ്പുഴ പെയിൽ വനമേഖലയിലാണ് മാവോയിസ്റ്റുകൾ തമ്പടിച്ചിരുന്നതായി സൂചന ലഭിച്ചിട്ടുള്ളത്. ടെന്റ് കെട്ടാൻ ഉപയോഗിച്ച ടാർപോളിൻ ഷീറ്റുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൊട്ടിയൂർ വനമേഖലയിൽ തെരച്ചിൽ നടത്തിയ സംഘമാണ് ഇത് കണ്ടെത്തിയത്. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.